എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രഫലമാണ്. ആകാശപ്പരപ്പിൽ അമ്മിക്കല്ല് ചരിച്ചു വച്ചതുപോലെയുള്ള 4 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ആയില്യം നക്ഷത്രം. ആയില്യത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിക്കുന്നത് ദോഷമുള്ളതായി കാണുന്നില്ല. രണ്ടാമത്തെ പാദത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ കുടുംബത്തിന് സാമ്പത്തിക നഷ്ടവും, 3-ാം പാദത്തിൽ ജനനവും മാതാവിനും, 4-ാം പാദത്തിലെ ജനനം പിതാവിനും ദോഷമുള്ളതായി കാണപ്പെടുന്നു. 3-ാം പാദത്തിലെ ജനനം മാതാവിനും, 4-ാം പാദത്തിലെ ജനനം പിതാവിനും ദോഷമുള്ളതായി പറയപ്പെടുന്നു. ഇക്കൂട്ടർ ക്ഷിപ്രപ്രസാദകരും ക്ഷിപ്രകോപികളുമായിരിക്കുന്നു. അധികം പേരും സംസാരപ്രിയരും സംഗീതത്തിലും സാഹിത്യത്തിലും താല്പര്യമുള്ളവരുമായിരിക്കും. സംശയത്തോടു കൂടി മാത്രമേ ഏത് കാര്യത്തിലും ഇടപെടാറുള്ളൂ. ആയില്യം നക്ഷത്രക്കാർ വളരെ കുശാഗ്ര ബുദ്ധിയുള്ളവരാണ്. തൻ്റെ കാര്യസാധ്യത്തിനു വേണ്ടി എന്തും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. സമൂഹത്തിൽ മോശമായി കരുതുന്നവരുമായി ഇക്കൂട്ടർ വലിയ ചങ്ങാത്തത്തിലേർപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട്. പുറമേ വലിയ തൻ്റേടികളായി തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഭീരുക്കളാണ്. പിശുക്കും ധാരാളിത്തവും മാറി മാറി ഇവരുടെ സ്വഭാവത്തിൽ പ്രകടമാകാറുണ്ട്. ബന്ധുക്കളിൽ നിന്നും അകന്നു കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ അധികം പേരും. ആരെയും ഉപദ്രവിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടായിരിക്കുകയില്ല. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിനുള്ള അപവാദം കേൾക്കേണ്ടതായി വരുന്നതാണ് ഇവരുടെ നക്ഷത്രഫലം. ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കേണ്ടതായി വരുന്നതാണ് ഇവരുടെ നക്ഷത്രഫലം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വനിതകൾക്ക് മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ അധികവും കണ്ടുവരാറുണ്ട്. കൂടാതെ പൗരുഷത്തോടു കൂടിയ പെരുമാറ്റക്കാരും ഭരണ സാമർഥ്യമുള്ളവരും ആരുടെയും കീഴിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തവരുമായിരിക്കും. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇവർക്കുണ്ടായിരിക്കുകയില്ല. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും ഉപദേശം ഇഷ്ടപ്പെടാത്തവരുമായതിനാൽ ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇത്രയുമാണ് ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത്.